മനസ്സ് പതറിയാൽ മനുഷ്യൻ ചിന്തിക്കരുത്. കണ്ണിൽ ഇരുട്ട് പകർന്നാൽ അവനൊരിക്കലും കാണാൻ ശ്രമിക്കരുത്. അനാവശ്യമായ സ്ഥലത്തും അനാവശ്യമായ ആളുകളുടെ മുന്നിലും പോയി നിന്ന് നമ്മുടെ സമയവും വിലയും കളയരുത്. നമ്മുടെ വില അറിയാത്ത ആളുകളുടെ മുന്നിൽ പോയി നിന്ന് നാം നമ്മുടെ വില കെടുത്തരുത്. എപ്പോൾ സംസാരിക്കണം സംസാരിക്കാതിരിക്കണം, എപ്പോൾ ചിരിക്കണം ചിരിക്കാതിരിക്കണം, എപ്പോൾ മറുപടി പറയണം മറുപടി പറയാതിരിക്കണം, എപ്പോൾ പ്രതികരിക്കണം പ്രതികരിക്കാതിരിക്കണം നാം അറിഞ്ഞിരിക്കണം. ജീവിതത്തിൽ കിതച്ചിട്ട് എന്ത് കാര്യം, കുതിപ്പില്ലെങ്കിൽ, വളർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്ക് ഉയർച്ചയില്ലെങ്കിൽ. നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളിയെ നോക്കുക. ഒരു മരത്തിൽ നിന്ന് 1000 തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടാക്കാം. പക്ഷെ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി 1000 മരങ്ങളെ കത്തിക്കാൻ. മണ്ണ് നാം ഉപയോഗിക്കാറുണ്ട്. മനുഷ്യൻ മണ്ണിനെ ഉപയോഗിക്കുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ മണ്ണ് മനുഷ്യനെ ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പരസ്പരമുള്ള ബന്ധമുള്ള ഉപയോഗക്രിയകൾ നാം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. റെയിൽ പാളങ്ങൾക്ക് തീവണ്ടി ഒരു ശല്യമല്ല. എത്ര ശക്തിയിൽ തീവണ്ടി ഓടിയാലും റെയിൽ പാളങ്ങൾക്ക് പരാതിയില്ല. സൂര്യൻ കൊടുങ്കാറ്റിനെ പേടിക്കാറില്ല. മഴ വരുമ്പോൾ പരുന്ത് മേഘപ്പാളികൾക്ക് മുകളിലെത്തും. മഴയിൽ നിന്ന് പരുന്ത് രക്ഷപ്പെടും, എത്ര ശക്തമായ മഴയുണ്ടായാലും. പക്ഷേ സാധാരണ പക്ഷികൾ മഴ വരുമ്പോൾ മരങ്ങളിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളിലോ കൂടുകളിലോ ലക്ഷ്യം വെച്ച് പറന്നെത്തും. പക്ഷേ അത് അപകടമുണ്ടാകും. മഴ ശക്തമായാൽ, കാറ്റ് ശക്തമായാൽ ആ മരം വീഴുകയോ കൊച്ചുകിളികൾ മരിക്കുകയോ ചെയ്യും, സാധാരണ പക്ഷികൾ. ചുരുക്കി പറഞ്ഞാൽ പരുന്തിൻ്റെ അറ്റം വരെ ലക്ഷ്യം കണ്ടാണ് പരുന്ത് പറക്കുന്നത്. അവനറിയാം കാർമേഘത്തിന് മുകളിലേക്ക് മഴ വരില്ലെന്ന്. വലിയൊരു പാഠമാണത്. പരുന്ത് ചത്ത ശവങ്ങളെ തിന്നാറില്ല, കുന്നിട്ട് തിന്നും. അതാണ് പരുന്തിൻ്റെ പ്രത്യേകത. പരുന്തിൻ്റെ ക്രിയാത്മകത മനോഹരമാണ്. പരുന്ത് കാക്കകളുടെ കൂടെ പറക്കാറുമില്ല. എന്ന് വെച്ചാൽ സ്വന്തം വളർച്ചയുടെ വഴി കൃത്യമായി കണ്ടുപിടിക്കുന്ന വലിയൊരു പാഠം പരുന്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത അവസ്ഥയാണ് റിവോൾട്ട് ക്രൈസിസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ വളരാൻ ഏതു വഴിക്ക് പോകണം, എന്ത് ചെയ്യണമെന്നുള്ള റിവോൾട്ട് ക്രൈസിസ് നമുക്കില്ലെങ്കിൽ പ്രശ്നമാണ്. റെസ്പോൺസിബിലിറ്റി ഉണ്ടാകില്ല. പിന്നെ ഇങ്ങനെ കൃത്യമായ വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. കൃത്യമായ വഴിക്ക് നമ്മൾ പോകുമ്പോൾ റിവോൾട്ട് ക്രൈസിസ് പാടില്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഒരു പാത്രത്തിൽ തേനുണ്ട്, ഒരു പാത്രത്തിൽ ആസിഡുണ്ട്. ഈ പാത്രങ്ങൾ രണ്ടും കാണാൻ ഭംഗിയാണ്. പക്ഷെ ഇത് ഏതിൽ ആസിഡ് ഏതിൽ തേനെന്ന് എങ്ങനെ അറിയും? ആ ഗ്ലാസ് ഏതെങ്കിലും ഒരെണ്ണം തകിടം മറിയണം, നിലത്ത് വേണം. അപ്പോഴേ നമുക്കറിയാൻ പറ്റൂ ഏതിലാണ് ആസിഡ് ഏതിലാണ് തേനെന്ന്. നമ്മളുടെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒത്തിരി മനുഷ്യന്മാരുണ്ട്. അവരുടെ ഉള്ള് എന്താണെന്ന് അറിയണമെങ്കിൽ അവരൊന്ന് തകിടം മറിയണം. കാണുമ്പോൾ നല്ല വിഗ്രഹം, പക്ഷെ അതേക്കുറിച്ച് പഠിക്കുമ്പോഴാണ് വിഗ്രഹത്തിൻ്റെ വികലത മനസ്സിലാക്കുന്നത്. കൂടെയുള്ള ആളുകൾ ആസിഡാണോ തേനാണോ എന്നറിയാൻ കൃത്യമായി തകിടം മറിയുമ്പോൾ അറിയാം. 10 വർഷം വരെ വളരെ മാന്യമായി ജീവിച്ചൊരു മനുഷ്യൻ 10ാം വർഷത്തിലാണ് തകിടം മറിയുന്നത്. അന്നാണ് ജനം അറിയുന്നത് അയാൾ ഇങ്ങനെയാണ്. അതുവരെയും ഗ്ലാസ്സിൽ ആസിഡുമായി ആരും കാണാതെ പോകുകയായിരുന്നു. പക്ഷേ തകിടം മറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത്. ഓർക്കുക, നിരീക്ഷണങ്ങൾ തെറ്റിക്കുന്ന ബുദ്ധിജീവികൾ നമുക്കിടയിലുണ്ട്. അവർ വിഷം ഒളിപ്പിച്ച് വെച്ച് ഇഴജന്തുക്കളെ പോലെ നമ്മുടെ പിന്നാലെ വന്ന് നമ്മുടെ ജന്മം കളയും. നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നവരും കൂടെ നടക്കുന്നവരും വിഷം ഒളിപ്പിച്ച് വയ്ക്കുന്നവരാണോ എന്നറിയുന്നത് നല്ലതാണ്. മുന്നേ പോകുന്നവൻ എന്നും എപ്പോഴും മുന്നിലേക്കുള്ള കണ്ണ് തുറന്നിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് നാം ചെയ്യണം. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? പാലില്ലാത്ത പശുവിനെ കഴുത്തിലെ മണി കണ്ട് ആരും വാങ്ങിക്കാറില്ല. പശുവിന് ഭംഗിയുണ്ടാകാം, കഴുത്തിലെ മണിയും നല്ലതാണ്, പക്ഷേ പാലില്ല. ആ പശുവിനെ ബുദ്ധിയുള്ളവർ വാങ്ങിക്കാറില്ല. ഊഹാപോഹങ്ങളിലൂടെയും ഊഹിച്ചുകൊണ്ടും കാര്യങ്ങൾക്ക് വിലയിടരുത്. അസ്യൂം എന്നൊരു വാക്കുണ്ട്. അസ്യൂം, ASSUME. അസ്യൂം എന്ന് വെച്ചാൽ ഊഹിക്കുക, അസ്യൂം ചെയ്യാം അല്ലേ? ASSUME. ഈ യുവിൻ്റെ അപ്പുറത്തൊരു വര വരയ്ക്കുക.
യുവിൻ്റെ ഇപ്പുറത്തും ഒരു വര വരയ്ക്കുക. എന്ന് വെച്ചാൽ യുവിൻ്റെ 2 വശത്തും ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് 3 വാക്ക് കിട്ടും. മീ, യു, ആസ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ അസ്യൂം ചെയ്താൽ, കാര്യങ്ങൾ ഊഹിച്ചുകൊണ്ട് അതങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് ഊഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ യു ആൻഡ് മീ ബോത്ത് വിൽ ബിക്കം ആസ്. ഞാൻ നീയും കഴുതയായി മാറും. അതാണ് ആ വാക്കിൽ നിന്ന് അസ്യൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എൻഡ് എന്ന വാക്ക് END എല്ലാം അവസാനിച്ചു. നോ എഫർട്ട് നെവർ ഡൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം. നീ എന്ത് എഫർട്ടാണോ ജീവിതത്തിൽ എടുക്കുന്നത് അതൊരിക്കലും ഇല്ലാതാകില്ല. എഫർട്ട് നെവർ ഡൈസ്. സോ എൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവായി പറഞ്ഞ് നമ്മൾ ഇല്ലാതാക്കരുത്. എൻഡ് മീൻസ് എഫർട്ട് നെവർ ഡൈസ്. ചുറ്റുപാടുകളെ നോക്കിയാൽ ഇലൂഷണറി എനർജി എന്ന് പറയുന്നൊരു വസ്തുതയുണ്ട്. ഇലൂഷണറി എനർജി എന്ന് വെച്ചാൽ അതൊരു അത്ഭുതമാണ്. പരുന്ത് മുട്ടയിൽ നിന്ന് കുഞ്ഞ് വന്നാൽ ഈ കുഞ്ഞിന് 2 കാലുകൾക്കിടയിൽ അമർത്തി ഉയരങ്ങളിലേക്ക് പറന്നു പോകും. വളരെ ഉയരത്തിലെത്തിയാൽ ഈ പരുന്ത് അതിൻ്റെ കാല് വിടരുന്നു, അകത്തുന്നു. ഉടനെ ഈ കാലിനിടയിൽ പിടിച്ച കൊച്ച് ഇതാ വീഴുന്നു. വളരെ വേഗതയിൽ താഴേക്ക് ഒരു കല്ല് വീഴുന്ന പോലെ വീഴും. പക്ഷേ വീഴുന്നതിനിടയിൽ ആ കുഞ്ഞിൻ്റെ ചിറക് താനെ ഉയരും, അത് പറക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കുഞ്ഞിനെ ആദ്യമേ ഇടുമ്പോൾ നാം പരുന്തിനോട് ചോദിക്കുമായിരിക്കും, എന്താണ് പരുന്തെ കാണിക്കുന്നത്? നിങ്ങളൊരു അമ്മയല്ലേ, കുഞ്ഞിനെ എങ്ങനെ ഇടാമോ? പക്ഷേ പരുന്തിനറിയാം, കുഞ്ഞിനെ നിലത്തിട്ടാൽ അല്പം വേഗതയിൽ താഴെ വീണാലും പകുതിയിൽ വെച്ച് അതിൻ്റെ ചിറക് വിരിയും, എൻ്റെ കുഞ്ഞ് പറക്കാൻ പഠിക്കും. ഇതിനെയാണ് ഇലൂഷണറി കറേജ് എന്ന് പറയുന്നത്. മുന്നേ ആർക്കും കാണിച്ചു കൊടുക്കാനോ ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അതിങ്ങനെ നടക്കും എന്ന ഇലൂഷണറി കറേജ്, അത് ഭയങ്കരമാണ്, വലിയൊരു പാഠമാണ്. മറ്റൊരു ഉദാഹരണമുണ്ട്. സർക്കസ് കൂടാരങ്ങൾ. നമ്മൾ സർക്കസ് കാണാൻ പോകാറുണ്ട്. ഒരു ഊഞ്ഞാലിൽ ആടിയ ഒരാൾ ആടി 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 തിരിഞ്ഞു വന്ന് ഊഞ്ഞാലിനെ വിട്ട് അയാൾ ഊഞ്ഞാലിൽ നിന്ന് പുറത്തേക്ക് തിരിഞ്ഞു നിൽപ്പാണ്. ഊഞ്ഞാലിൽ നിന്ന് വിടുകയും തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു ഊഞ്ഞാൽ ഉടനെ അയാളുടെ എത്തിയിരിക്കും. അപ്പോൾ പിന്നിൽ ഞാൻ തിരിഞ്ഞ് ഈ ഊഞ്ഞാലിനെ വിട്ടാൽ എൻ്റെ മുന്നിൽ മറ്റൊരു ഊഞ്ഞാൽ വരും എന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് ഇലൂഷണറി കറേജ്. അതൊരു ഭയങ്കര അത്ഭുതമാണ്. മൂന്നാമതൊന്നാണ് വിമാനം. അവൻ എന്തൊക്കെ പറഞ്ഞാലും വിമാനം പറപ്പിക്കുന്ന വൈമാനികർ അടിയിൽ ബേസില്ല, വായിൽ കൂടെയാണ് പോകുന്നത്. റോഡോ ചക്രങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളോ ഇല്ല, ഇങ്ങനെ പോകുന്നു, അടിയിലൊന്നുമില്ല. വൈമാനികൻ ചെയ്യുന്ന ആ പറപ്പിക്കൽ അതിൽ ഇലൂഷണറി കറേജാണ്. സോ ഈ ഒരു കറേജ് ജീവിതത്തിലുണ്ടായാൽ ഒരു 10% പ്രശ്നങ്ങളില്ലാതായി മാറും. നമുക്ക് ഈ കറേജ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. അതിതുപോലെ സംഭവിക്കും. അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദിസ് ഇലൂഷണറി കറേജ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ലൈഫ്. അത് വലിയൊരു കാര്യമാണ്. പാലും പഴവും കൂട്ടിവെച്ച് കയ്ക്കുന്ന ഒരു ഇലയെ കൂട്ടിവെച്ച് കുഴച്ച് നമ്മൾ ഭക്ഷിച്ചാലും അത് കഴിക്കും. കയ്ക്കുന്ന ഇല ഈ പാലും പഴത്തിൻ്റെ കൂടെ ചേർന്നോ അത് കഴിച്ചിരിക്കും. അവിടെ പാലും പഴത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര വേഗതയിൽ നമ്മൾ ചെയ്യുന്നു, പേടി എന്ന് പറയുന്നതിനുള്ളിൽ കടന്നാൽ, ധൈര്യമില്ലായ്മ കടന്നാൽ, ആത്മവിശ്വാസക്കുറവ് കടന്നാൽ പിന്നെ ഈ കാട്ടിക്കൂട്ടുന്നതിനൊന്നും ഒരു ഫലമുണ്ടാകില്ല. പേടിയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ. സോ യു ഡെവലപ്പ് യുവർ ഇലൂഷണറി കറേജ്. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്. ആരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. നോ, ബട്ട് യു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നീ ശക്തിയുള്ളവനാണ്, നീ ഒരു ആനയാണ്. കാട്ടിൽ പോയി തടിയെടുക്കുക, ആരെയും പേടിക്കരുത്. ഒരിക്കൽ തോറ്റു എന്ന് ചിന്തിച്ച് നാം ഇല്ലാതായി മാറരുത്. ഓർക്കുക, അസ്വസ്ഥതയുള്ള മനസ്സ് മുൾമുന പോലെയാണ്. അത് പോകുന്നിടത്ത് മുഴുവൻ മുറിവുണ്ടാക്കും. പരിശ്രമം എന്ന് നിങ്ങളുടെ അവസാനിക്കുന്നുവോ അന്ന് പരാജയം കടന്നു വരും. അതുകൊണ്ട് മറക്കരുത്, പരിശ്രമം അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യം ചെയ്യേണ്ട കാര്യം. പരിശ്രമങ്ങൾ ഒരിക്കലും നിർത്തരുത്. ആര് പറഞ്ഞാലും. കെട്ടിപ്പടുക്കുമ്പോൾ അടിയിൽ നിന്നാണ് നാം ആരംഭിക്കുന്നത്, പൊളിക്കുമ്പോൾ മുകളിൽ നിന്നാണ് നാം ആരംഭിക്കുന്നത്. മെഴുകുതിരി അവസാനമാണ് മനസ്സിലായത്. ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും കൂട്ടിവെച്ച നൂലാണ് കത്തി 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 തന്നെ ഇല്ലാതാക്കിയത്. ഇത് മെഴുകുതിരി മനസ്സിലാക്കിയത്
അവസാനമാണ്. എത്ര സ്നേഹത്തോടെയാണ് നൂലിനെ കെട്ടിപ്പിടിച്ചത് മെഴുകുതിരി. പക്ഷേ ആ നൂല് തന്നെ കത്തി 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 തന്നെ ഇല്ലാതാക്കി മാറ്റി. ജീവിതത്തിൽ നാം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർ നമ്മളറിയാതെ കത്തി കത്തി നമ്മളില്ലാതാക്കി മാറ്റും. ഭൂതകാലം അതൊരു വേസ്റ്റ് പേപ്പറാണ്. വർത്തമാന കാലഘട്ടം അതൊരു ന്യൂസ് പേപ്പറാണ്. ഭാവി കാലഘട്ടം അതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നിങ്ങൾ വായിക്കണം. എന്നിട്ടതിന് ഉത്തരം കണ്ടുപിടിക്കണം. കൃത്യമായ ഉത്തരം കണ്ടുപിടിച്ചെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ പേപ്പറായി മാറും. ഉറങ്ങാതിരുന്നാൽ നമുക്ക് ക്ഷീണമുണ്ടാകും. ഉറങ്ങണം. പക്ഷേ ഉണരാതിരുന്നാൽ അത് തീരാ നഷ്ടമാണ്. സോ ഉറങ്ങുന്ന സമയം കണക്ക് കൂട്ടി ഉണരുന്ന സമയവുമായി ബന്ധപ്പെടുത്തണം. ജീവിതത്തിൽ പരാതികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എനിക്ക് കഴിവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് കഴിവില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ എനിക്ക് പരാതി തുടങ്ങും. ഞാൻ പരാതികളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മോട് പരാതികളും പ്രശ്നങ്ങളും പറയുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക. അവൻ്റെ അറിവിനെക്കുറിച്ച് അവന് സംശയം, അവൻ്റെ അറിവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് സംശയമായോ എന്ന അവൻ്റെ സംശയം. ഇതാണ് പ്രശ്നവും കഥകളും ദുഃഖങ്ങളും പറഞ്ഞു നടക്കുന്നവൻ്റെ ലക്ഷണം. അതുകൊണ്ട് നിങ്ങളോട് പ്രശ്നങ്ങൾ പറയുന്നവരും പരാതി പറയുന്നവരും ശ്രദ്ധിക്കുക, എവിടെയാണ് ഫോൾട്ട്. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമേ പ്രശ്നങ്ങൾ പറയാവൂ, പ്രശ്നങ്ങൾ കേൾക്കാവൂ. കർഷകൻ്റെ പ്രശ്നം ഒരിക്കലും ആൽബർട്ട് ഐൻസ്റ്റീന് തീർക്കാൻ പറ്റില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രശ്നം ഒരിക്കലും ഒരു കർഷകന് തീർക്കാൻ പറ്റില്ല. എൻ്റെ പ്രശ്നം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് തീർക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എനിക്ക് തീർക്കാൻ പറ്റില്ല. എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഏറ്റവും നല്ല മനുഷ്യൻ ഞാൻ തന്നെ. അല്ലെങ്കിൽ അത് തീർക്കാൻ കഴിവുള്ളവരെ കണ്ടുപിടിക്കുന്നതിൽ തെറ്റുപറ്റാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ഫീൽഡിലാണ് കഴിവുകൾ. കിട്ടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, തോറ്റവനെ ചാരിയാൽ ചാരിയവൻ തോൽക്കും. ഓർക്കുക, തലയിൽ ഭാരം വെച്ച് നാം കുനിയരുത്. അടുപ്പിലെ തീ കെടുത്താതെ ഉറങ്ങരുത്. ഇത് രണ്ടും ആപത്താണ്. മറക്കരുത്, തലയിൽ ഭാരം വെച്ച് കുനിയരുത്, അടുപ്പിലെ തീ കെടുത്താതെ നാം ഉറങ്ങരുത്. താങ്ക് യു.